അബിൻ വർക്കി ആറന്മുള തൂക്കും. വരാൻ പോകുന്ന നിയമസഭാ തിരഞ്ഞെടുപ്പിൽ UDF സ്ഥാനാർത്ഥി അബിൻ വർക്കി ഇത്തവണ ആറന്മുള തൂക്കും എന്നതാണ്ട് ഉറപ്പായി. ഒരു മാർക്കറ്റ് സർവേയിൽ നമുക്ക് വെളിവാകുന്ന ഒരു കാര്യം എന്ന് പറയുന്നത് UDFന് ഉറപ്പിക്കാവുന്ന ഇത്തവണ ശക്തമായി ഒരു തിരിച്ചുവരവ് നടത്തുന്ന ഒരു മണ്ഡലമായിരിക്കും ആറന്മുള എന്നതാണ്. ആറന്മുളയിൽ യുവനേതാവായ അബിൻ വർക്കിയെയാണ് സ്ഥാനാർത്ഥിയായി ഇറക്കിയിരിക്കുന്നത്. അബിൻ വർക്കിക്ക് യൂത്ത് കോൺഗ്രസ് സംസ്ഥാന അധ്യക്ഷ പദവി നൽകും എന്നൊക്കെ ഒരു വലിയ വാർത്തകളുണ്ടായിരുന്നു. ചില കാരണങ്ങളാൽ ഞങ്ങളും അതിനെ ശക്തമായി വിമർശിച്ചിരുന്നു. എന്നാൽ ആറന്മുളയിൽ നമുക്ക് ലഭിക്കുന്ന വിവരം എന്ന് പറയുന്നത് അബിൻ വർക്കി ഇത്തവണ വിജയിച്ചു കയറും എന്നാണ്. കാരണം കഴിഞ്ഞ 10 വർഷമായി വീണ ജോർജാണ് മണ്ഡലത്തെ പ്രതിനിധീകരിക്കുന്നത്. അവർക്കെതിരെ കനത്ത ആൻറ്റി ഇൻകംബൻസി ഫാക്ടർ അവിടെയുണ്ട്. അതുപോലെ പല പല കാരണങ്ങളാൽ വീണയുടെ ഗ്രാഫ് ഇത്തവണ വളരെയേറെ താഴെയാണ്. വീണ ജോർജിൻ്റെ ആ ശരീരഭാഷയിലും സംസാരത്തിലുമെല്ലാം ആ ഒരു കോൺഫിഡൻസ് ഇല്ലായ്മ നമുക്ക് വെളിവാകും. എന്നാൽ അബിൻ വർക്കി വളരെ ക്ലാരിറ്റിയോടും കോൺഫിഡൻസോടും വ്യക്തതയോടും കൂടിയാണ് കാര്യങ്ങൾ വിശദമാക്കുന്നത്. അബിൻ വർക്കിയിൽ ആറന്മുളക്കാർ ഇത്തവണ തങ്ങളുടെ MLA കാണുന്നത് അതുകൊണ്ട് തന്നെയാണ്. KUWJയുടെ ആഭിമുഖ്യത്തിൽ ഒരു ചർച്ച സംഘടിപ്പിച്ചിരുന്നു. ആ ഒറ്റ ഫ്രെയിമിൽ 2 ഓർത്തഡോക്സുകാർ, 2 സ്ഥാനാർത്ഥികൾ, LDF UDF സ്ഥാനാർത്ഥികൾ എന്നതിലുപരി 2 ഓർത്തഡോക്സുകാരാണ് യഥാർത്ഥത്തിൽ ആ സംവാദത്തിൽ നിന്ന് അവിടെ വന്നിരുന്നത്. ഇതിന്റെ പ്രധാനപ്പെട്ട ഉദ്ദേശം എന്ന് പറയുന്നത്, ഇവരുടെ സംഘാടകരുടെ എന്ന് പറയുന്നത്, അബിൻ വർക്കിയെ കുരുക്കുക എന്നതായിരുന്നു ഇവരുടെ ലക്ഷ്യം. വയനാട് ഫണ്ട് തട്ടിപ്പ്, വയനാട് ആ വീട് വെച്ച് കൊടുക്കുന്നതുമായി ബന്ധപ്പെട്ട വിഷയങ്ങളിൽ കുരുക്കി അബിനെ നാറ്റിക്കുക, ഉത്തരം മുട്ടിക്കുക എന്ന ലക്ഷ്യത്തോടു കൂടിയാണ് ഈ സംഘാടകർ ഇന്ന് ഈ പരിപാടി നടത്തിയത് എന്ന് വളരെ വ്യക്തം. നമുക്കറിയാം, LDF സർക്കാരിനെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും ചീത്തപ്പേര് കേൾപ്പിച്ച ഒരു ഡിപ്പാർട്ട്മെന്റാണ് ആരോഗ്യവകുപ്പ്. ഇത്രയും കെടുകാര്യസ്ഥത നിറഞ്ഞ, കാര്യപ്രാപ്തിയില്ലാത്ത, ഏറ്റവും മോശം ഫംഗ്ഷനുകൾ നടത്തിയ ഒരു ഡിപ്പാർട്ട്മെന്റാണ് ആരോഗ്യവകുപ്പ്. പിണറായി സർക്കാരിൻ്റെ, 2ാം പിണറായി സർക്കാരിൻ്റെ ഏറ്റവും പേര് കളഞ്ഞ ഒരു വകുപ്പാണ് ആരോഗ്യവകുപ്പ്. ഈ തൊട്ടടുത്ത ദിവസം തന്നെ നമുക്കറിയാം, തിരുവനന്തപുരം മെഡിക്കൽ കോളേജിൽ ചരിത്രത്തിൽ ആദ്യമായി നമ്മൾ കേട്ടിട്ട് പോലുമില്ല വെന്റിലേറ്റർ പൊട്ടിത്തെറിച്ചത്രേ. അതിനെ തുടർന്ന് ഒരു 5ഓളം രോഗികൾ മരണപ്പെട്ടു. ICUവിൽ ശസ്ത്രക്രിയ കഴിഞ്ഞ് കിടന്ന ഒരു രോഗിയെ അറ്റൻഡർ കയറി പീഡിപ്പിച്ചു. ഒരു ദിവസം ശസ്ത്രക്രിയ കഴിഞ്ഞ രോഗിയുടെ വയറ്റിൽ നിന്നും കത്രിക കിട്ടുന്നു, അടുത്ത ദിവസം ഒരു കെട്ട് പഞ്ഞ് കിട്ടുന്നു, കാല് ശസ്ത്രക്രിയയ്ക്ക് പോയവൻ്റെ കണ്ണ് ചൂഴ്ന്നെടുക്കുന്നു, കൈയുടെ ശസ്ത്രക്രിയയ്ക്ക് പോയ കുഞ്ഞിൻ്റെ കാല് ശസ്ത്രക്രിയ ചെയ്യുന്നു. ഇങ്ങനെ നാണക്കേടിൻ്റെ ഒരു പരമ്പര തന്നെയാണ് വീണ ജോർജിൻ്റെ ഈ കാലയളവിൽ ആരോഗ്യവകുപ്പ് പഴികേൽക്കേണ്ടി വന്നത്. എന്നാൽ അവരുടെ വാക്ചാതുര്യം കൊണ്ടും ഒരു സ്ത്രീ എന്ന പരിഗണന കൊണ്ടും ഒക്കെ പല സ്ഥലങ്ങളിലും ഇവർ രക്ഷപ്പെട്ടു പോവുകയായിരുന്നു ചെയ്തത്. എന്നാൽ ഇത്തവണ നിരവധി വിഷയങ്ങൾ ഇടതു സർക്കാരിനെ പ്രതിക്കൂട്ടിലാക്കുന്ന, പ്രത്യേകിച്ച് പത്തനംതിട്ട പോലുള്ള സ്ഥലത്ത് ശബരിമല നിൽക്കുന്ന ആ ജില്ലയിൽ ഏറ്റവും ചർച്ചയാകേണ്ടിയിരുന്ന, ഇന്ന് യഥാർത്ഥത്തിൽ ഈ സ്ഥാനാർത്ഥികൾ തമ്മിൽ ഒരു ചർച്ച നടക്കുമ്പോൾ ഏറ്റവും ചർച്ചയാകേണ്ടിരുന്ന വിഷയം എന്ന് പറയുന്നത് ശബരിമലയിലെ സ്വർണ്ണക്കൊള്ളയാണ്. അയ്യൻ്റെ കട്ടിള വരെ അടിച്ചുകൊണ്ടുപോയ ഈ തീവട്ടി സർക്കാരും അവരുടെ പാർശ്വവർത്തികളെയും അതിനെക്കുറിച്ചുള്ള ഒരു ചർച്ചയായിരുന്നു ഇന്ന് യഥാർത്ഥത്തിൽ നടക്കേണ്ടിയിരുന്നത്. അതുപോലെ മെഡിക്കൽ കോളേജുകളിലെ തീപിടുത്തം, ഈ വിഷയങ്ങളൊക്കെ ഏറ്റവും കൂടുതൽ ചർച്ചയാകേണ്ടതിന് പകരം ഈ സംഘാടകർ അബിൻ വർക്കിയെ കുരുക്കുവാൻ നോക്കിയത് ഈ വയനാട് ഫണ്ടുമായി ബന്ധപ്പെട്ട വിഷയത്തിൽ അദ്ദേഹത്തെ കുരുക്കിയാണ്. ഭൂരിഭാഗ സമയവും അതിനുവേണ്ടി അവർ നീക്കിവെച്ചു എന്ന് പറയേണ്ടി വരും. ഇതൊരു യഥാർത്ഥത്തിൽ മാപ്പർകളെ കൊണ്ടുള്ള ഒരു കൊട്ടേഷനായിരുന്നു ഈ ഇടതുപക്ഷ അനുഭാവികൾ നടത്തിയ ഈ ഒരു ചർച്ച. പക്ഷേ അബിൻ വർക്കി നല്ല വൃത്തിയായി അത് പൊളിച്ചെടുക്കി തൻ്റെ മെറ്റൽ ഇന്ന് പ്രൂവ് ചെയ്യുകയാണ് ചെയ്തത്. പലർക്കും ചെറിയ ആശങ്കകൾ ഉണ്ടായിരുന്നു.
അബിൻ എത്രത്തോളം ശോഭിക്കുവാൻ സാധിക്കും. ഒരു യുവനേതാവ് എന്ന നിലയിൽ അദ്ദേഹത്തിൻ്റെ പ്രസംഗങ്ങളും സമരങ്ങളും ഒക്കെ ജനങ്ങൾ ടി വിയിൽ കൂടെ കണ്ടിട്ടുണ്ട് എങ്കിൽ പോലും കൃത്യമായി അബിൻ വർക്കിയുടെ ഇന്നത്തെ പ്രസംഗം കേട്ടുകഴിഞ്ഞാൽ കൃത്യമായി ഒരു ക്ലാരിറ്റി ഓഫ് തോട്ട് ഉണ്ട്. വെൽ സ്റ്റഡീഡ് ആണ്, വളരെ എഡ്യൂക്കേറ്റഡ് ആയിട്ടുള്ള ഒരാളാണ്. കൃത്യമായി കാര്യങ്ങൾ ആർട്ടിക്കുലേറ്റ് ചെയ്ത് പറയാൻ പറ്റാവുന്ന കപ്പാസിറ്റി ഉണ്ട്. അതുപോലെ തന്നെ ഉരുളയ്ക്ക് ഉപ്പേരി പോലെ മറുപടി കൊടുക്കുവാനുള്ള പ്രാപ്തിയുണ്ട്. കാര്യങ്ങളെക്കുറിച്ചെല്ലാം വളരെ സ്റ്റഡീഡാണ്. അതുപോലെ ഏതുതരം സിറ്റുവേഷൻ വന്നാലും വളരെ സമചിത്തതയോടെ വയലൻ്റ് ആകാതെ കൺവിൻസ് ചെയ്യാനുള്ള കപ്പാസിറ്റിയും അദ്ദേഹത്തിനുണ്ട്. അതുകൊണ്ട് തന്നെ ഇന്ന് നടന്ന ആ ചർച്ചയിൽ സ്കോർ ചെയ്തത് അബിൻ വർക്കിയാണെന്ന് നിസ്സംശയം പറയാം. ഇനി മണ്ഡലത്തിലേക്ക് വന്നാൽ വീണ ജോർജിനെ സംബന്ധിച്ചിടത്തോളം സ്വന്തം പാർട്ടിക്കിടയിൽ തന്നെ വളരെയേറെ അനുഭവതയാണ് വീണ ജോർജ്. കാരണം ഇവർ ഒരു സഹാത്തിയായി വിദ്യാർത്ഥി പ്രസ്ഥാനങ്ങളുടെ ഒന്നും കയറി വന്ന ആളല്ല. ഓർത്തഡോക്സ് സഭയുടെ ഒരു നോമിനിയായി അന്തരിച്ച ബസേലിയോസ് മാർത്തോമ്മ പൗലോസുദിയൻ കാതോലിക്കയുടെ യഥാർത്ഥത്തിൽ ആഗ്രഹം എന്ന് പറയുന്നത് അന്ന് സഭാ സെക്രട്ടറി ആയിരുന്ന ജോർജി ജോസഫ് വീണയുടെ ഭർത്താവിന് ഒരു സീറ്റ് മേടിച്ച് കൊടുക്കുക എന്നതായിരുന്നു. അങ്ങനെ ഇടതുപക്ഷത്തെ കൊണ്ട് അത് സമ്മതിപ്പിച്ചെങ്കിലും അവർ ജോർജി ജോസഫിന് പകരം വീണ ജോർജിനെയാണ് പ്രിഫർ ചെയ്തത്. അങ്ങനെയാണ് വീണ ജോർജ് ഈ മത്സര രംഗത്തേക്ക് വരുന്നത്. വീണ ജോർജും വളരെ മിടുക്കിയായ ഒരു സ്ത്രീയാണ്. ഒരു മാധ്യമപ്രവർത്തക എന്ന നിലയിലും അവർ ശോഭിച്ചിട്ടുണ്ട്. അതുപോലെ തന്നെ നല്ല വാക്ചാതുര്യമുണ്ട്. ആ 10 തവണ പ്രത്യേകിച്ച് ഓർത്തഡോക്സ് സഭയെ സംബന്ധിച്ചിടത്തോളം വളരെയേറെ ഓർത്തഡോക്സുകാർ തിങ്ങിപ്പാർക്കുന്ന ഒരു സ്ഥലമാണ് ആറന്മുള മണ്ഡലം. അവിടെ വളരെ നിർണായകമായ ഒരു സ്വാധീന ശക്തി ഓർത്തഡോക്സുകാർക്കുണ്ട് എന്ന കാര്യത്തിൽ യാതൊരു സംശയവുമില്ല. അങ്ങനെ സഭയുടെ ആശീർവാദവും സഭാ നേതൃത്വത്തിൻ്റെ ആശീർവാദവും ഒക്കെ കഴിഞ്ഞ 2 തവണയും വീണയ്ക്ക് കിട്ടിയിരുന്നു. എന്നാൽ ഓർത്തഡോക്സ് സഭയിലെ തന്നെ സവാളക്കണ്ണൻ എന്നറിയപ്പെടുന്ന ഒരു മെത്രാൻ BJP-യിൽ ചേർന്ന് അവിടെ ഒരു വിമതനെ, ഓർത്തഡോക്സുകാരനായ തന്നെ ഒരു വിമതനെ ഇറക്കാൻ നോക്കി, വീണക്കെട്ട് പാരപണിയാൻ നോക്കിയെങ്കിലും വളരെ ദയനീയമായ പരാജയമുണ്ടായി. അതോടുകൂടി സവാളക്കണ്ണൻ്റെ അഡ്രസ്സ് പോലും ഇപ്പോൾ ഇല്ല, ഇപ്പോൾ എവിടെയാണെന്ന് പോലും അറിയില്ല. അങ്ങനെ ഒരു സംഭവം ഇതിനിടെ ഉണ്ടായിരുന്നു. എന്നാൽ ഇന്ന് ഓർത്തഡോക്സ് സഭയെ സംബന്ധിച്ചിടത്തോളം ഓർത്തഡോക്സ് സഭാ നേതൃത്വവും ആറന്മുളയിലുള്ള ഓർത്തഡോക്സ് വിശ്വാസികളും അബിൻ വർക്കി വിജയിക്കണമെന്ന് ആത്മാർത്ഥമായി ആഗ്രഹിക്കുന്നു. കാരണം കഴിഞ്ഞ 10 വർഷം അവർ വീണ ജോർജിന് അവസരങ്ങൾ കൊടുത്തു. അത് ചെറിയൊരു കാലയളവല്ല, നീണ്ട 10 വർഷം വീണയ്ക്ക് ഒരു MLA ആകാനും സംസ്ഥാന ആരോഗ്യവകുപ്പ് മന്ത്രിയാകാനും ഒക്കെ അവസരം ലഭിച്ചു. അതുകൊണ്ട് ഇനി അബിൻ വർക്കി എന്നൊരു യുവനേതാവിനെ ഇത്തവണ വിജയിപ്പിക്കുക. ഒരു ആരോഗ്യവകുപ്പ് മന്ത്രി എന്ന നിലയിൽ വീണ ജോർജിൻ്റെ പ്രകടനം വളരെ മോശമായിട്ടാണ് പൊതുസമൂഹത്തെ പോലെ തന്നെ ഓർത്തഡോക്സ് സഭാംഗങ്ങളും വിലയിരുത്തുന്നത്. അതുപോലെ തന്നെ സഭാ നേതൃത്വത്തിനും താല്പര്യം അബിൻ വർക്കിയോടാണ് എന്നാണ് ഞങ്ങൾക്ക് മനസ്സിലാക്കുവാൻ സാധിച്ചിട്ടുള്ളത്. അതുകൊണ്ട് തന്നെ ഇത്തവണ അബിൻ വർക്കി ഉറപ്പായും വിജയിക്കുമെന്ന കാര്യത്തിൽ യാതൊരു സംശയവുമില്ല. ഇന്ന് നടന്ന ആ ചർച്ച കാണുമ്പോൾ വളരെ രസകരമായ ചില കാര്യങ്ങൾ കാണാം. അബിൻ്റെ ആ സംസാരം കേട്ട് വീണ താനൊരു ഡിബേറ്റിനിരിക്കുകയാണ്. മീറ്റ് ദ കാൻഡിഡേറ്റ് പ്രോഗ്രാമിൽ യഥാർത്ഥത്തിൽ വളരെ ആക്റ്റീവായി സംസാരിക്കേണ്ടിയിരുന്ന ആ വീണ ജോർജ് അബിൻ വർക്കിയുടെ ആ വാക്ചാതുര്യത്തിന് മുന്നിൽ, അദ്ദേഹത്തിൻ്റെ ആ കൗണ്ടറിന് മുന്നിൽ ഇങ്ങനെ മിഴിച്ചിരിക്കുമ്പോൾ ഫോണിൽ കൂടെ ഒരു ക്യാപ്സൂൾ വരുന്നത് കേൾക്കാം. അപ്പോഴാണ് വീണ താനൊരു മീറ്റ് ദ കാൻഡിഡേറ്റ് പ്രോഗ്രാമിൽ ഇരിക്കുകയാണെന്ന യാഥാർത്ഥ്യം തിരിച്ചറിഞ്ഞത്. ഉടൻ തന്നെ മൈക്കും മൈക്രോഫോണും ഒക്കെ തന്നിലേക്ക് നീക്കി വെച്ച് വീണ മറുപടി പറയുവാൻ ശ്രമിക്കുന്നുണ്ടെങ്കിൽ പോലും അബിൻ വർക്കി യഥാർത്ഥത്തിൽ ഇന്ന് സ്കോർ ചെയ്തു. ഫോണിലൂടെ ലഭിച്ച ആ ക്യാപ്സൂളൊന്നും അവിടെ വിലപ്പോയില്ല എന്ന് വ്യക്തം. അതുപോലെ തന്നെ ഇവർ ആസൂത്രിതമായി വീണ ജോർജിനും സംഘത്തിനും വേണ്ടി ഇന്ന് ആസൂത്രണം ചെയ്ത ഈ സംവാദ പരിപാടി, അബിൻ വർക്കിയെ കൊടുക്കുവാൻ ശ്രമിച്ച ആ സംവാദ പരിപാടി അബിൻ വർക്കി അത് 8 നിലയിൽ പൊളിച്ചടുക്കി എന്ന കാര്യത്തിലും യാതൊരു സംശയവും വേണ്ട. പ്രേക്ഷകർ ഇനി കാണാൻ പോകുന്നത് ഇന്ന് നടത്തിയ ആ സംവാദമാണ്. ആ സംവാദം ആദ്യോടന്തം നിങ്ങൾ ശ്രദ്ധിക്കുക. അതിൽ പല കാര്യങ്ങൾ നമുക്ക് വെളിവാകും. ഒന്ന്, അബിൻ വർക്കിയുടെ എത്ര തന്മയത്വത്തോടു കൂടിയാണ് ആ വിഷയത്തെ ഡീൽ ചെയ്യുന്നത്, ആ പ്ലാറ്റ്ഫോം താൻ കയ്യിലെടുക്കുന്നത് എന്ന് മനസ്സിലാക്കാം. അതുപോലെ വീണ ജോർജിൻ്റെ ആ കോൺഫിഡൻസ് ഇല്ലാത്ത ആ വേ ഓഫ് പ്രസൻറ്റേഷനും അവരുടെ ആ ബോഡി ലാംഗ്വേജിൽ നിന്നും അവർ ഇത്തവണ ആ പരാജയം മണക്കുന്നു എന്ന് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും. അതുപോലെ തന്നെ ഏറ്റവും എടുത്തു പറയേണ്ടുന്ന ഒരു കാര്യം, വീണയുടെ ഭർത്താവ് ജോർജിയുടെ ആ റിക്വസ്റ്റ് ആറന്മുളക്കാർ ഏറ്റെടുക്കും എന്നാണ് നമുക്ക് മനസ്സിലാക്കുവാൻ സാധിക്കുന്നത്. എൻ്റെ ഭാര്യയെ
എനിക്കും കുട്ടികൾക്കും വിട്ടുതരിക, മത്സരിക്കുവാൻ താല്പര്യമില്ല എന്ന് ഇദ്ദേഹം ജില്ലാ നേതൃത്വത്തെ അറിയിച്ചിരുന്നു. അത് വലിയ വിവാദമായിരുന്നു. അവസാനം യാതൊരു കാരണവശാലും മത്സരിപ്പിക്കാതിരിക്കത്തില്ല എന്ന് പാർട്ടി പ്രഖ്യാപിച്ചതോടെ വീണയുടെ ഭർത്താവ് മലക്കം മറിയുന്നത് നമ്മൾ കണ്ടു. അതുകൊണ്ട് ആറന്മുളയിലെ ജനങ്ങൾ ജോർജിയുടെ ഈ വിഷമം മനസ്സിലാക്കണം, വീണയുടെ ഈ കുഞ്ഞുങ്ങളുടെ വിഷമം മനസ്സിലാക്കണം. ആ കുട്ടികൾ കഴിഞ്ഞ 10 വർഷമായി അവർക്ക് അമ്മയെ കാര്യമായി കിട്ടിയിട്ടില്ല. അതുകൊണ്ട് വീണയ്ക്ക് ഇനിയെങ്കിലും വീട്ടിലിരുന്ന കുഞ്ഞുങ്ങളുടെ കാര്യം നോക്കുവാനുള്ള അവസരം ഉണ്ടാകണം. കാരണം കഴിഞ്ഞ 10 വർഷം ജനസേവനത്തിന് ആവശ്യത്തിന് സമയം കിട്ടി. അതുകൊണ്ട് ഇത്തവണ അവരെ ജോർജിയുടെ അഭ്യർത്ഥന പ്രകാരം, അപേക്ഷ പ്രകാരം ആ കുടുംബത്തിനും കുഞ്ഞുങ്ങൾക്കും ആറന്മുളയിലെ ജനങ്ങൾ വിട്ടുകൊടുക്കുക, അബിൻ വർക്കിയെ വിജയിപ്പിക്കുക. ഇനി അബിൻ വർക്കിയുടെ ആ വാക്കുകളിലേക്ക്, ആ മീറ്റ് ദ കാൻഡിഡേറ്റ് പ്രോഗ്രാമിലേക്ക്. വയനാട് ഫണ്ടുമായി ബന്ധപ്പെട്ടുകൊണ്ട് ഞങ്ങൾ പറഞ്ഞത് എന്താ, 30 വീടുകൾ കൊടുക്കുമെന്നാണ്. യൂത്ത് കോൺഗ്രസിൻ്റെ കാര്യമാണല്ലോ ചോദിച്ചത്. അല്ല, ഞാൻ പറയാം, ആ താങ്കൾ പറഞ്ഞ 2 കാര്യത്തിലായിട്ടാണ് ഞാൻ വരുന്നത്. ഇനി ഞാൻ എൻ്റെ ക്ലെയിം പറയുകയാണ്. ഞങ്ങൾ പറഞ്ഞത് 30 വീടുകൾ വയ്ക്കുമെന്നാണ്. KPCCയുടെ 100 വീട്, അതായത് രാഹുൽ ഗാന്ധി ഓഫർ ചെയ്ത 100 വീട്. ആകെ അവിടെ 412 ബെനിഫിഷ്യറീസേ ഉള്ളൂ. ആ 412 ബെനിഫിഷ്യറീസിൽ 100 വീടുകൾ ഞങ്ങൾ പണിയുന്നുണ്ട്, 100 വീടുകൾ മുസ്ലിം ലീഗ് പണിയുന്നുണ്ട്. ബാക്കിയുള്ള 212 250 ബെനിഫിഷ്യറീസിനെ ബാക്കി വീട് ആവശ്യമുള്ളൂ. അതാണ് യാഥാർത്ഥ്യം. ഇനി നിൽക്കട്ടെ, ഞങ്ങൾ 30 വീടുകൾ പണിയുമെന്ന് പറയും. ആ 30 വീടുകളുടെ പണി ഇപ്പോൾ തുടങ്ങിയിട്ടുണ്ട്. ഞങ്ങൾക്ക് കാലതാമസമുണ്ടായി. അതിൻ്റെ കാരണം ഭൂമി ലഭ്യമാകേണ്ടതിനുള്ള കാലതാമസമാണ് ഉണ്ടായത്. ഞങ്ങൾ തറക്കല്ലിട്ടു, ശ്രീ രാഹുൽ ഗാന്ധി തറക്കല്ലിട്ട് അതിൻ്റെ പണി ഇപ്പോൾ തുടങ്ങിയിട്ടുണ്ട്. അത് വരുന്ന മുറയ്ക്ക് പൂർത്തീകരിക്കും. ഇനി ഞാൻ പറഞ്ഞ 2 കാര്യം, ഞാൻ പറഞ്ഞ 2 കാര്യങ്ങൾ ഇനി അത് പറയട്ടെ. താങ്കളുടെ 3ാമത്തെ ചോദ്യത്തിനുള്ള ഉത്തരം ആദ്യം അങ്ങ് പറഞ്ഞതാണ്. ഞാൻ ചോദിച്ച 2 കാര്യങ്ങൾ ഇപ്പോഴും പറയും. ഊരാളുങ്കൽ ലേബർ കോപ്പറേറ്റീവ് സൊസൈറ്റിക്ക് ടെൻഡറിൻ്റെ അടിസ്ഥാനത്തിലാണ് ആ വർക്ക് കൊടുത്തിരിക്കുന്നത്. പറ, 300 കോടി രൂപയുടെ വർക്ക്, 299 കോടി രൂപയുടെ വർക്ക് ഊരാളുങ്കൽ ലേബർ കോപ്പറേറ്റീവ് സൊസൈറ്റിക്ക് ടെൻഡറിൻ്റെ അടിസ്ഥാനത്തിലാണോ കൊടുത്തത്? പറ, ഉത്തരം പറ. ടെൻഡറിൻ്റെ അടിസ്ഥാനത്തിലാണോ കൊടുത്തത്? അപ്പോൾ ആ കാര്യം ഞാൻ പറഞ്ഞ ഒരു കാര്യം ശരിയാണെന്ന് ഇപ്പോൾ മനസ്സിലായില്ലേ? ഇനി 2 ഞാൻ പറയാം, ഓരോന്നായിട്ടും പറയാം. എനിക്ക് എല്ലാത്തിനും ഉത്തരവുണ്ട്. ഞാൻ പറയുന്നതിൽ എനിക്ക് കൃത്യമായ ഉത്തരവാദിത്വമുണ്ട്. ഇനി 2ാമത്തെ കാര്യം, 20 ലക്ഷം രൂപയുടെ 23 ലക്ഷം രൂപയാണ് ആ വീടിന് അവർ കണക്കാക്കുന്നത്. ഞാൻ ഇപ്പോഴും പറയുന്നു, ആ വീട് പൂർത്തീകരിക്കാൻ ഒരു 13 ലക്ഷം രൂപയോ 14 ലക്ഷം രൂപയോ മതി. ഇതിൻ്റെ പ്രധാനപ്പെട്ട പ്രശ്നം എന്താണെന്നറിയോ? ഊരാളുങ്കൽ ലേബർ കോപ്പറേറ്റീവ് സൊസൈറ്റി കഴിഞ്ഞ 10 കൊല്ലമായി കേരളത്തിൽ ഒരുപാട് വർക്കുകൾ ചെയ്യുന്നുണ്ട്. ഈ വർക്കുകൾ ചെയ്യുമ്പോൾ ഇതിൻ്റെ എസ്റ്റിമേറ്റ് പോലും എടുക്കുന്നത് പല ഊരാളുങ്ങളുടെ ഉദ്യോഗസ്ഥരാണ്. ഈ 23 ലക്ഷം രൂപയുടെ വീട് 13 ലക്ഷം രൂപയ്ക്ക് പൂർത്തീകരിക്കാൻ സാധിക്കും. കാരണം അതിൻ്റെ എർത്ത്ക്വേക്ക് റെസിസ്റ്റൻ്റ് എന്ന് പറഞ്ഞാൽ എന്താണ്, അല്ലെങ്കിൽ അവിടെ ഈ ഡിസാസ്റ്റർ റെസിസ്റ്റൻ്റ് വീടുകളുടെ പ്രത്യേകത എന്താണ്? അതിൽ ഉപയോഗിക്കുന്ന മെറ്റീരിയലാണൊന്ന്. 2, അതിൻ്റെ പൈലിങ്ങുമായി ബന്ധപ്പെട്ട ഫൗണ്ടേഷനാണ് 2. ഈ 2 കാര്യങ്ങളിലും വളരെ ചീപ്പ് കോസ്റ്റ് ആയിട്ട് അത് ചെയ്യാൻ പറ്റുമെന്ന് ഈ നാട്ടിലെ ഏറ്റവും പ്രധാനപ്പെട്ട ശങ്കർ ഉൾപ്പെടെയുള്ള ഏറ്റവും പ്രധാനപ്പെട്ട ആർക്കിടെക്റ്റുകളൊക്കെ പറഞ്ഞിട്ടുണ്ട്. അത് അങ്ങനെയാണ് താൻ. പ്രാട്ര ബോണ്ട്, ഫില്ലർ സാബ്, ഇങ്ങനെയുള്ള ഒരുപാട് ടെക്നോളജികളുണ്ട്. ഇത് വെച്ച് 13 ലക്ഷം രൂപയ്ക്ക് ആ കെട്ടിടം പൂർത്തീകരിക്കാൻ പറ്റുമെന്നുള്ളത് ഞാൻ പറഞ്ഞത് അതിപ്പോഴും നിലനിൽക്കുകയാണ്. 2, 299 കോടി രൂപയുടെ വർക്ക്. ഈ വർക്കിൽ 150 കോടി രൂപയ്ക്ക് മുകളിൽ എന്താണ് അവിടെ വർക്ക് നടക്കുന്നത്? ഇപ്പം 20 ലക്ഷം രൂപ, ഞാൻ വീണ്ടും പറയും, താങ്കൾ ചോദിച്ചത് നന്നായി. 20 ലക്ഷം രൂപയുടെ വീട് ഒന്ന്. ആ 20 ലക്ഷം രൂപയുടെ എത്ര വീടാണ് പണിതത്? 400 വീടല്ലേ പണിതേ? ഇപ്പം എത്ര കോടിയായി? 80 കോടി. ബാക്കി 300 കോടിയിൽ എന്താണ് അവിടെ പണിത്? ഒന്ന് പറഞ്ഞാൽ മതി. അല്ല, അത് പറയാം. അത് 2ാമത്തെ ചോദ്യമാണ്. എൻ്റെ ഈ ചോദ്യത്തിൻ്റെ ഉത്തരം പറയട്ടെ, അത് കഴിഞ്ഞ് ഡിവൈഎഫ്ഐയുടെ പറയും. അത് കഴിഞ്ഞ് ഡിവൈഎഫ്ഐയുടെ കൃത്യമായി ചോദിക്കാം. എനിക്കറിയാം 300 കോടി രൂപയുടെ വർക്കിൽ ഈ 400 വീടിൻ്റെ 80 കോടി രൂപയ്ക്ക് അപ്പുറം എന്താണ് പണിതത്? പറഞ്ഞു. അല്ല, ഞാൻ പറയാ. അപ്പൊ അതിന് ഉത്തരവില്ലല്ലോ. അപ്പൊ ഞാൻ അപ്പൊ എന്റെ അവ്യക്തത, എന്റെ ഉത്തരത്തിലെ അവ്യക്തത, അതായത് സർക്കാർ 300 കോടി രൂപയുടെ ഊരാളുങ്കലിന് കൊടുത്ത വർക്കിൽ ഈ പറയുന്ന തുകയുടെ അവ്യക്തതയുണ്ട് എന്നുള്ളത് വ്യക്തമാണ്. നിങ്ങൾക്കില്ലല്ലോ. നിങ്ങളെപ്പോലെ പരിണിത പ്രജ്ഞനായ ഒരു മാധ്യമ പ്രവർത്തകന് അവ്യക്തതയുണ്ടെങ്കിൽ ഞങ്ങൾക്കൊക്കെ അവ്യക്തതയുണ്ട്. അപ്പോൾ ആ കാര്യത്തിൽ 1ാമത്തെ ഉത്തരം കഴിഞ്ഞു. ഇനി 2, ഇനി അടുത്ത ചോദ്യം, ഡിവൈഎഫ്ഐ എന്നാണ് 20 കോടി രൂപ സർക്കാരിന് കൈമാറിയത്? പറ. അല്ല, പറ, എന്നാ കൈമാറി? അല്ല, എനിക്ക് ഡേറ്റ് ഓർമ്മയുണ്ട്, അതുകൊണ്ടാണ് പറഞ്ഞത്. എന്നാ കൈമാറിയത്? പറഞ്ഞു. തീയതി ഏത് മാസമായിരുന്നു? ഓർക്കുന്നില്ലേ? അല്ല, അതങ്ങനെ പോവല്ലേ. പറ, ഏത് മാസമാണ് കൈമാറിയത്? ഡേറ്റ് എന്നാ ഞാൻ പറയാം. ഏപ്രിൽ മാസത്തിലാണ്. ഏപ്രിൽ മാസത്തിൻ്റെ 20, അതായത് 2025
ഏപ്രിൽ മാസത്തിൻ്റെ 23 മറ്റോ ആണെന്നാണ് എൻ്റെ ഓർമ്മ. 20 കോടി രൂപയുടെ ചെക്ക് അല്ലേ കേരളത്തിലെ ദുരിതാശ്വാസ നിധിയിലേക്ക് കൈമാറി. ഒരു ചെക്ക് കൈമാറുന്നത് ആ ദുരിതാശ്വാസ നിധിയിലേക്ക് 20 കോടി രൂപ കൈമാറണമല്ലോ. എന്നിട്ടാണല്ലോ മുഖ്യമന്ത്രിക്ക് തുക കൈമാറുന്നത്. മുഖ്യമന്ത്രിയുടെ പ്രസംഗം എന്താ? 20 കോടി രൂപ ഇവർ കൈമാറി എന്നുള്ളതല്ലേ. ഞാൻ ഇപ്പോഴും ഉത്തരവാദിത്തത്തോട് കൂടി ചോദിക്കുന്നു, 20 കോടി രൂപ ദുരിതാശ്വാസ നിധിയിൽ വന്നിട്ടുണ്ടോ? ആ ദിവസം വന്നിട്ടുണ്ടോ? വന്നിട്ടുണ്ടോ? അല്ലല്ല, ഞാനതാ പറയുന്നേ. അന്ന് വന്നിട്ടുണ്ടോ ഇല്ലയോ? അന്ന് വന്നിട്ടുണ്ടോ ഇല്ലയോ? ഞാൻ ചോദിച്ച ചോദ്യം വളരെ വ്യക്തമാണ്. ഞാൻ ശരി, അന്ന് അതിന്റെ ഉത്തരം പറയാം. 2025 ഏപ്രിൽ 23-ന് 20 കോടി രൂപ ഡിവൈഎഫ്ഐ ദുരിതാശ്വാസ നിധിയിലേക്ക് കൈമാറി എന്ന് പറയുന്ന ദിവസം 20 കോടി രൂപ കൈമാറിയിട്ടില്ല. ഞാൻ വീണ്ടും ആവർത്തിച്ച് ആ സ്റ്റേറ്റ്മെന്റ് ഒന്നുകൂടെ പറയുന്നു. 20 കോടി രൂപ കൈമാറി എന്ന് പറയുന്ന ദിവസം കൈമാറിയിട്ടില്ല. എന്നാണ് ഡിവൈഎഫ്ഐ പുറത്തുവിട്ട കണക്ക് പ്രകാരം കൈമാറിയതെന്നറിയാവോ? 2026 ജനുവരി മാസം 5-ാം തീയതി എന്ന് പറഞ്ഞാൽ 10 മാസത്തിന് ശേഷമാണ് 15 കോടി രൂപ കൈമാറിയത്. ഞാൻ പറയുന്നത് തെറ്റുണ്ടോ? അപ്പോൾ ഞാൻ ചോദിച്ചു, ഈ 10 മാസം ഈ 15 കോടി രൂപ കൈ പിടിച്ചു വെച്ചിട്ടുണ്ടെങ്കിൽ അത് എന്തിനായിരുന്നു? അപ്പോൾ ഈ 15 കോടി രൂപയുടെ ഒരു വർഷത്തെ പലിശ ഒന്ന് ആലോചിച്ച് 1 കോടി രൂപ മേളിൽ വരില്ല. ആ പൈസ എന്താ ചെയ്തവര്? എന്താ ചെയ്തേ? ഇനി 1, ഇനി 2 മിനിസ്റ്റർ അല്ല, ഇത് അഴിമതി അല്ലേ? 2025 ഏപ്രിൽ മാസത്തിൽ 20 കോടി രൂപ കൈമാറി എന്ന് പറഞ്ഞു. അന്ന് കൈമാറിയിട്ടില്ല. ആ തുക കൈമാറിയത് 2026 ജനുവരി മാസത്തിലാണ്. 10 മാസം ഈ തുക ഡിവൈഎഫ്ഐയുടെ അക്കൗണ്ടിൽ കിടന്നു. ഈ ഡിവൈഎഫ്ഐയുടെ അക്കൗണ്ടിൽ കിടന്ന് ഡിവൈഎഫ്ഐയുടെ സ്റ്റേറ്റ്മെന്റാ പറയുന്നത്. ഈ അക്കൗണ്ടിൽ കിടന്ന പൈസ അപ്പോൾ കൈമാറി എന്ന് പറഞ്ഞ തുക കൈമാറാതെ 10 മാസം അക്കൗണ്ടിൽ കിടന്നതിന് ആരാണ് ഉത്തരവാദി? ഇനി ഞാനൊരു കാര്യം പറയട്ടെ, അല്ല എന്നാ മിനിസ്റ്ററിന്റെ ഉത്തരം പറഞ്ഞാൽ മതി. ഈ 10 മാസം ആ പണം എന്തിനാണ് ഡിവൈഎഫ്ഐ അക്കൗണ്ടിൽ ഇട്ടത്? അല്ല, മിനിസ്റ്റർ പറഞ്ഞാൽ മതി. അല്ലല്ല, ഞാൻ പറയുന്നതേ അതെ, അല്ലെ UDF സ്ഥാനാർത്ഥി പറഞ്ഞതിന്റെ ഉത്തരം ഇവിടെ ഡിവൈഎഫ്ഐ പറഞ്ഞോളൂ. പക്ഷേ വയനാട് ദുരിതാശ്വാസത്തിന് വേണ്ടി പിരിച്ച ഫണ്ടിന്റെ ഒരു കണക്കില്ലാത്തവർ, ഇത് എവിടെ പോയി എന്ന് കൃത്യമായിട്ട് കണക്ക് പറയാൻ പറ്റാത്തവർ ഇപ്പൊ പറയാണ് ഈ ഡിവൈഎഫ്ഐ കൊടുത്തത് അന്ന് വന്നോ അതോ ഇത്ര ദിവസം കഴിഞ്ഞാണോ വന്നത്? ഡിവൈഎഫ്ഐ കൊടുത്തതിന് കൃത്യമായ കണക്കുണ്ട്, അത് കൃത്യമായിട്ട് പോയിട്ടുണ്ട്, അതിന് ഡേറ്റ് ഉണ്ട്, അതെന്നാ കൊടുത്തതെന്ന് കൃത്യമായിട്ടുള്ള കാര്യങ്ങളുണ്ട്. എവിടെ പിരിച്ച ഫണ്ട് എവിടെ? അല്ല, വയനാട് ദുരിതാശ്വാസവുമായി ബന്ധപ്പെട്ട് പിരിച്ച ഫണ്ട് എവിടെ? അതിന്റെ കണക്ക് എവിടെ? ഞാൻ അങ്ങനെ ഒരു കാര്യം ബാക്കി ഡിവൈഎഫ്ഐ പറഞ്ഞു. പത്തനംതിട്ടയിൽ നിന്നാണ് ആ വാർത്താ സമ്മേളനം ഞങ്ങൾ നടത്തിയത്. അഭിരാജ് ചേട്ടൻ നോക്കിയതല്ലേ ആ അക്കൗണ്ടിന്റെ ഫുൾ സ്റ്റേറ്റ്മെന്റ്? ഈ പത്തനംതിട്ട ജില്ലയിലെ എല്ലാ പത്രക്കാരും നോക്കിയതല്ലേ ആ സ്റ്റേറ്റ്മെന്റ്? ആ അക്കൗണ്ടിൽ നിന്ന് 1,20,00,000 മറ്റാണ് അല്ലെ? ആ അക്കൗണ്ടിൽ നിന്ന് ഒരു തുക പുറത്തേട്ട് പോയതായിട്ടുള്ള കണക്ക് നിങ്ങൾ കണ്ടിട്ടുണ്ടോ? ഇല്ലല്ലോ. മിനിസ്റ്റർ ആ കേട്ടോളൂ. അബലാലയുടെ മിനിസ്റ്ററുമായി വളരെ ബന്ധമുള്ള ആളാണ്, ഇത് കേട്ടോളൂ. അല്ലെങ്കിൽ ഈ പത്രക്കാരെല്ലാം ബന്ധമുള്ള കേട്ടോളൂ. അന്ന് പറഞ്ഞാൽ കണക്ക് ഞങ്ങൾ പത്തനംതിട്ട ജില്ലയിൽ വന്ന് പരസ്യമായി ഞങ്ങൾക്ക് കിട്ടിയ ഓരോ തുകയും എന്ന് പറഞ്ഞാൽ 50 രൂപ മുതൽ 100 രൂപ മുതൽ 500 രൂപ മുതൽ എത്ര രൂപയുടെ കണക്കാണോ ആ അക്കൗണ്ടിന്റെ ഓരോ രൂപയും ഞങ്ങൾ പറഞ്ഞതാണ്. അതുപോലെ ഒരു കണക്കാണോ ഡിവൈഎഫ്ഐ ഇവിടെ അവതരിപ്പിച്ചത്? ഡിവൈഎഫ്ഐ പറഞ്ഞെന്താ? ഞങ്ങൾ 20 കോടി രൂപ കൈമാറി. എപ്പോഴാ കൈമാറുന്നത്? 2.5 കോടി രൂപ ഏപ്രിൽ മാസത്തിൽ കൈമാറി, 2.5 കോടി രൂപ മെയ് മാസത്തിൽ കൈമാറി, 15 കോടി രൂപ 2026 ജനുവരി മാസത്തിൽ കൈമാറി. എന്ന് പറഞ്ഞാൽ ദുരിതാശ്വാസ നിധിയിൽ കൈമാറി എന്ന് പറയുന്ന ചെക്ക് വ്യാജമായിരുന്നു എന്ന് ആദ്യം തന്നെ ഡിവൈഎഫ്ഐ സമ്മതിക്കുകയാണ്. പിന്നെ ഞാനിപ്പോ ആ വിഷയം ഇവിടെ ഉന്നയിക്കാനല്ല, അത് നിങ്ങൾ ചോദിച്ചുകൊണ്ട് മാത്രമാണ് ചോദിച്ചത്. ഈ വിഷയം കൊണ്ട് ചോദ്യം നിർത്താം, സമയം കഴിയുന്നുണ്ട്. ഇല്ല, ഇതിപ്പം വീടുകൾ പൂർത്തീകരിക്കാന്ന് പറഞ്ഞ സുഹൃത്തെ, ഇത് സർക്കാർ പണിത വീടല്ലേ, CPM പണിത വീടൊന്നും അല്ലല്ലോ. ഈ നാട്ടിലെ സാധാരണ MLA-മാരടക്കമുള്ളവർ കൊടുത്ത പൈസ, ഈ നാട്ടില് പാത്തുമ്മയുടെ ആട് വിറ്റ് കൊടുത്ത പൈസ, ഈ നാട്ടിൽ കുടുക്ക പൊട്ടിച്ചു കൊടുത്ത പൈസ, 750 കോടി രൂപ സർക്കാർ കയ്യിൽ വെച്ചിട്ട് സർക്കാർ പൂർത്തീകരിച്ച വീടല്ലേ. ഞാനും നിങ്ങൾ കൊടുക്കുന്ന നികുതി പണത്തിൽ നിന്ന് പൂർത്തീകരിച്ച
വീടിനെ പറ്റിയല്ല പറഞ്ഞാൽ CPM പൂർത്തീകരിച്ച വീടിനെ പറ്റിയല്ലല്ലോ. ഞങ്ങൾ പറഞ്ഞ വീട് സമയബന്ധിതമായി പൂർത്തീകരിക്കും. അത് പൂർത്തീകരിക്കുന്നത് കൃത്യമായ മാർഗ്ഗം. ശരി, ഒരു കാര്യം കൂടെ ഞാൻ നേരത്തെ പറഞ്ഞൊരു കാര്യത്തില്ലേ, ഞാൻ ബഹുമാനപ്പെട്ട UDF സ്ഥാനാർത്ഥി ഇവിടെ പറഞ്ഞതുപോലെ വ്യക്തിപരമായ അധിക്ഷേപത്തിനൊന്നും ഞാൻ മുതിരുന്നില്ല. ഞാൻ അങ്ങോട്ട് പോയതല്ല, ഞാൻ നടന്ന് പോകുമ്പോൾ എന്നെ ഇങ്ങോട്ട് വന്നിട്ടാണ് നമ്മളുടെ അതിന്റെ വിഷ്വൽസ് ഉണ്ടല്ലോ, ഒരു ഇനാം പ്രഖ്യാപിക്കുക. അപ്പോൾ സാധാരണ സ്ത്രീകൾക്കെതിരെ സമരം നടക്കുമ്പോൾ പെൺകുട്ടികൾ ഉണ്ടാകും, സ്ത്രീകൾ ഉണ്ടാകും. അതൊന്നും ഇല്ലാതെ പുരുഷന്മാർ വന്നിട്ട് ഇതിലേക്ക് ഇടിച്ചു കയറുക, അതിന്റെ വിഷ്വൽസ് ഉണ്ടല്ലോ. അത് വന്നിട്ട് ആ കാര്യങ്ങൾ അങ്ങനെ ചെയ്തിട്ട് പിന്നെ ഇനാം പ്രഖ്യാപിക്കുന്നതോ അതിനൊന്നും ഞാൻ മറുപടി പറയുന്നില്ല. കാരണം അത്തരത്തിൽ വ്യക്തിപരമായിട്ടുള്ള ഒരു അധിക്ഷേപത്തിന് ഞാൻ ഒരു ഘട്ടത്തിലും ഒരു തെരഞ്ഞെടുപ്പിൽ ഞാൻ പോയിട്ടില്ല. ഞാനിവിടെ പല സ്ഥാനാർത്ഥികളുമായിട്ടും നമ്മൾ മത്സരിക്കുമ്പോൾ പരസ്പരം കാണുമ്പോൾ ഇറങ്ങി വന്നിട്ട് ഗ്രീറ്റ് ചെയ്തു പോകുന്ന ആ രീതിയിലാണ് പോയിട്ടുള്ളത്. അതുകൊണ്ട് ഞാൻ അതിന് ഈ UDF സ്ഥാനാർത്ഥി പറഞ്ഞ അതിനൊന്നും ഞാൻ മറുപടി പറയുന്നില്ല. ശബരിമലയുമായിട്ട് ബന്ധപ്പെട്ടു അതിൽ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം, അവിടെ ഈ പറഞ്ഞ രീതിയിൽ പ്രവർത്തിച്ച, അപ്പോൾ പോറ്റിയെ കയറ്റിയെ എന്ന് പറയുമ്പോൾ പോറ്റിയെ ശബരിമലയിൽ കയറ്റിയത് ആരാണെന്നും പോറ്റിയെ ജയിലിൽ കയറ്റിയത് ആരാണ് എന്നുള്ളതും നമുക്ക് വളരെ വ്യക്തമായിട്ടറിയാം. സർക്കാരിന് അതിൽ വളരെ കൃത്യമായ നിലപാടുണ്ട്. സ്വർണം കട്ടവനും കൊണ്ടുപോയവനും ഒക്കെ ഒറ്റ ഫ്രെയിമിലേ വന്നിട്ടുള്ളൂ, ഒറ്റ ചിത്രത്തിൽ. ആ ചിത്രം ആരുടേതാണ് എന്നുള്ളത് നമുക്കറിയാം. ആ ചിത്രത്തിൽ ആരൊക്കെ ഉണ്ടായിരുന്നു എന്നുള്ളത് നമുക്കറിയാം. സർക്കാരിനെ സംബന്ധിച്ചിടത്തോളം, ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി സർക്കാരിനെ സംബന്ധിച്ചിടത്തോളം മുഖം നോക്കാത്ത നടപടി എടുത്തിട്ടുണ്ട്. അതിൽ തുടർന്നും ആ നിലയിൽ തന്നെ അത് പോകും. നമ്മുടെ ഇതുമായി ബന്ധപ്പെട്ടിട്ടുള്ള വിഷയത്തിൽ തീർച്ചയായിട്ടും ഈ ഒരു സാഹചര്യത്തിൽ നമ്മുടെ വളരെ കൃത്യമായിട്ടുള്ള, വളരെ സുതാര്യമായിട്ടുള്ള നിലപാടുകൾ തന്നെയാണ് അത് ഗവൺമെന്റ് സ്വീകരിച്ചിട്ടുള്ളതും മുന്നോട്ട് പോകുന്നത്. അതായത് നമ്മുടെ കപ്പിത്താനായ മുഖ്യമന്ത്രി പത്തനംതിട്ട ജില്ലയിൽ വന്നിട്ടാണ് പരാമർശം നടത്തുന്നത്. സഖാവി ഒരു ചോദ്യം എന്ന് ഭൂമിയിലെ LDF കൺവെൻഷനിൽ ഒരാൾ പറഞ്ഞു, വീട്ടിൽ പോയി ചോദിക്കുന്ന മുഖ്യമന്ത്രി സ്വാഭാവികമായിട്ട് ഒരു വലിയ വിമർശനത്തിന് വഴിവെച്ചിട്ടുണ്ട്. ഇതൊരു തിരിച്ചടിയായി മാറും അത്തരം. വിനു മോഹൻ രാവിലെ തന്നെ അവരുടെ വീട്ടിൽ പോയപ്പോൾ അദ്ദേഹം തന്നെ മറുപടി പറഞ്ഞിട്ടുണ്ട്. പ്രസംഗത്തിനിടെ ഞാൻ അതിന് ചോദിക്കാൻ പാടില്ലായിരുന്നു. അദ്ദേഹം കറകളഞ്ഞൊരു സഖാവാണല്ലോ. അദ്ദേഹം അതിന് മറുപടി പറഞ്ഞിട്ടുണ്ട്. അദ്ദേഹം പറഞ്ഞ മറുപടിയിൽ കൂടുതൽ എനിക്കൊന്നും പറയാനില്ല. ശരി, അല്ല അങ്ങയുടെ ഞാൻ മറുപടി പറഞ്ഞോ? അദ്ദേഹം പറഞ്ഞ മറുപടിയിൽ വലുതായിട്ട് ഒരു മറുപടി ആ സഖാവ് പറഞ്ഞതിൽ കൂടുതൽ ഒരെണ്ണം എനിക്ക് പറയാനില്ല. കാരണം അദ്ദേഹം അത് പറഞ്ഞു, ഞാൻ പ്രസംഗത്തിനിടയിൽ ഒരിക്കലും തടസ്സപ്പെടുത്താൻ പാടില്ലായിരുന്നു എന്ന് അദ്ദേഹം പറഞ്ഞു. അതിനേക്കാൾ കൂടുതൽ ഒരു മറുപടി എനിക്ക് പറയാനില്ല. ആ സഖാവ് മറുപടി പറഞ്ഞിട്ടുണ്ട്. അല്ല, അദ്ദേഹം മറുപടി പറഞ്ഞു. ഈ ചോദ്യം തന്നെ ചോദിച്ചപ്പോൾ ആ സഖാവ് പറഞ്ഞ മറുപടി അങ്ങയുടെ ക്യാമറ ക്യാച്ച് ചെയ്തിട്ടുണ്ട്. i2i News, an eye for truth. i2i News സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലാത്തവർ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക. നോട്ടിഫിക്കേഷൻ ലഭിക്കുവാൻ ബെൽ ബട്ടണും അമർത്തുക.